ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി എന്താ പറയുക, നാത്തൂനും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടില്ല, കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി എന്താ പറയുക, ഒരു 5 മണി ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം 5 മണിയൊക്കെ ആവാനായിട്ടാണ് അവർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. തറവാട്ടിലേക്ക് ഒരു ഉച്ചൻ്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇന്നലെ ചെറിയ ഒരു എന്താ പറയുക, ഒരു സുഖം ഉണ്ടായിരുന്നില്ല, ചെറിയ തലവേദനയൊക്കെ ആയിട്ട്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എന്താ പറയുക, ക്ഷീണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. എന്താ പുറത്തുനിന്ന് എല്ലാവർക്കും കൂടിയുള്ള ഫുഡ് ഞങ്ങൾ വാങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. വന്നപ്പോൾ ഞാൻ ഇന്നലെ കണ്ടില്ല, ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടായിരുന്നല്ലോ, ആ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പവും ചായയും വന്നപ്പോൾ ഞാൻ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രാത്രിക്കൊക്കെയുള്ള ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മന്തി റൈസായിരുന്നു. അതിൻ്റെ കൂടെ ബ്രോസ്റ്റും അൽഫാമും പിന്നെ പൊറോട്ടയും ബീഫും. ഇതാണ് എന്താ പറയുക, ഇന്നലെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 7:30-8 മണിയപ്പോഴേക്കത്തിന് തന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. മന്തിൻ്റെ റൈസായിരുന്നു കേട്ടോ. ചിക്കൻ മന്തിയുടെ റൈസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ അതാണ് ഇഷ്ടം. പിന്നെ പൊറോട്ടയും ബീഫും അതുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം എന്താ ചിക്കൻ കഴിക്കൂല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഇപ്പാക്ക് വേണ്ടിയിട്ടാണ് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം കഴിക്കൂല, കാക്കുവിൻ്റെ അപ്പ ചിക്കൻ കഴിക്കൂല. അപ്പോൾ അങ്ങനെ ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും എന്താ പറയുക, നിലത്തിരുന്നിട്ട് കേട്ടോ ഫുഡ് കഴിക്കൽ. അവരെല്ലാവരും അവിടെ കൂടിയല്ല, അങ്ങനെയാണ്. അവരെല്ലാവരും നിലത്ത് ഒരേപോലെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കൽ. നാത്തൂന് എന്താ പറയുക, 5 കുട്ടികളാണ് കേട്ടോ. 4 പെൺകുട്ടികളും അതേക്ക് ഇപ്പോൾ 5ാമതൊരു കുഞ്ഞ് ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 4 പെങ്ങന്മാർക്ക് ഒരു ആങ്ങള ഉണ്ടായതാണ്. പിന്നെ മൂത്തച്ഛൻ്റെ ഒരു കുട്ടിയുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മൂത്തച്ഛൻ്റെ 3 കുട്ടികളും കൂടിയും വരാനുണ്ട് കേട്ടോ. മുത്തച്ഛൻ്റെ ഒരു കുട്ടിയേ ഉള്ളൂ, 3 ആളും കൂടി ഇനി ഇതിൽ കൂടാനുണ്ട്. അപ്പോൾ ഇതേപോലെ വട്ടത്തിൽ ഇരുന്നിട്ടാണ് ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ കാണുന്നത്. ഇതാ നിൽക്കണോ ഈ പച്ച എന്താ പറയുക ഡ്രസ്സിട്ട കുട്ടിയാണ് കേട്ടോ, നാത്തൂൻ്റെ ചെറുത്. മറ്റേ നമ്മളെ സച്ചുട്ടന്, അവരും കൂടി അവരോടൊപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി കൂടിയിട്ടുണ്ട്. അവരെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അവരും ഫുഡ് കഴിക്കാൻ വേണ്ടി കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്കൊക്കെ കാര്യമായിട്ട് ഇഷ്ടം റൈസും മന്തിയൊക്കെയാണ്. അൽഫാമിൽ എന്താ സ്പൈസി ആയതുകൊണ്ട് അവരങ്ങനെ കഴിക്കണമൊന്നുമില്ല. ബ്രോസ്റ്റാണ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത്, റൈസും. അങ്ങനെ അവർ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് അവർ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് കേട്ടോ ഫൈസാൻ, നാത്തൂൻ്റെ കുട്ടി. അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ ഇന്ന് തന്നെ പോവാണ് കേട്ടോ. അവളെ തള്ളച്ചെറുക്ക് എന്താ പറയുക, നാട്ടിലിങ്ങൊക്കെയാണ് കെട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് അവൾക്ക് പോകണം. അപ്പോൾ കാക്കുവാണ് കൊണ്ടാക്കി കൊടുക്കണം. ഇമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇമ്മാനെ ഇവിടെ തറവാട്ടിൽ വീട്ടിലാക്കി, അവരുടെ കവറൊക്കെ തറവാട്ടിലാണ്, അതൊക്കെ എടുത്തിട്ട് ഇനി കാക്കുവിനെ പോലെ നാട്ടിലിൽ കൊണ്ടാക്കി കൊടുക്കണം. അപ്പോൾ കൊണ്ടാക്കി കൊടുക്കാൻ പോകാൻ നിൽക്കണം. ഫസ്റ്റ് തന്നെ സച്ചുട്ടനാണ് കേട്ടോ കയറി ഇരിക്കണം വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട്. കാക്കു പോകണത് നോക്കി നിൽക്കുകയാരവന്. അപ്പോൾ ഇതാ വണ്ടീൻ്റെ ബാക്കിൽ നാത്തൂൻ്റെ 2 കുട്ടികളാണ് കേട്ടോ, ഇരട്ടകളാണ്, ട്വിൻസാണ് കേട്ടോ ഇവരെ താഴെയാണ് ഫൈസ മോനെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചോദിച്ചപ്പം മറ്റോല് 2 ഈ ഫിദിയും പാടെ ബാക്കിൽ കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറിപ്പോയിട്ടോ. അപ്പോൾ അവർ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. ഇനി അവരെ നാട്ടിലിൽ കൊണ്ടാക്കിയിട്ട് വേണം കാക്കുവിന് വരാൻ. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു കേട്ടോ. അല്ലും പോയിട്ടുണ്ടായിരുന്നു, സച്ചുട്ടനും പോയിട്ടുണ്ടായിരുന്നു, മറ്റേ എന്താ പറയുക ചോശിപ്പിയും പോയിട്ടുണ്ടായിരുന്നു. 3 ആളും പാടെ പോയതുകൊണ്ട് ഇനി എനിക്ക് പെട്ടെന്ന് അവർ വരുന്നതിൻ്റെ ഇടയിൽ വീട് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അവന് പോയതുകൊണ്ട് എനിക്ക് നല്ല എന്താ പറയുക ഉഷാറായി. അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ജോലി തീർക്കാം. അല്ലെങ്കിൽ അവനെയും കൊണ്ടാകുമ്പോൾ അരമണിക്കൂർ എടുത്ത പരിപാടി ഞാൻ 1 മണിക്കൂർ എടുക്കേണ്ടി വരും എനിക്ക് ചെയ്ത് തീർക്കാൻ. ആയിക്കൂടി വീഡിയോയും കൂടി എടുക്കുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ അവരെ കൊണ്ടാക്കി കാക്കു കൊണ്ടാക്കി വരുന്ന ടൈം കൊണ്ട് ഇനി എനിക്ക് പെട്ടെന്ന് പണി തീർക്കണം.
അപ്പോൾ ഞാൻ ബാക്കി വന്നിട്ടുള്ള റൈസ് ഇത് ട്രയൽ എന്താ പറയുക കൈയൊന്നും തട്ടിയിട്ടില്ല കേട്ടോ, തവി ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ബാക്കി വന്നിട്ടുള്ള റൈസ് എന്ത് ചെയ്തു, എല്ലാം കൂടിയും അതേ കവറിൽ തന്നെ ഇട്ടുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനി നാളെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് ചൂടാക്കിയാൽ പോരെയെന്ന് എഴുതിയിട്ട്. അപ്പോൾ അൽഫാമും ഉണ്ടായിരുന്നു, റൈസും കുറച്ചുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ മയോണൈസും സ്ഥലത്തൊക്കെ പാടൊരു എന്താ പറയുക ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ, അല്ലെങ്കിൽ കേടുവന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നാളെ ആർക്കെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അതെടുത്ത് ചൂടാക്കി കഴിക്കാമല്ലോ. പിന്നെ ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ വേസ്റ്റൊക്കെ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചുകൊണ്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് എന്താ പറയുക ഒന്ന് വൃത്തിയാക്കി എടുക്കണം. സച്ചുട്ടൻ വരുമ്പോഴേക്കും എല്ലാം പെട്ടെന്ന് തീർക്കണം എന്നാണ് മനസ്സിൽ. അങ്ങനെ അവൻ വരുമ്പോഴേക്ക് വേഗം പണിയെടുക്കണം. നാത്തൂൻ്റെ പേര് സബിന എന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അവൾക്ക് 5 കുട്ടികളാണ്, 4 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. അളിയാക്ക എന്താ പറയുക കബീർ അൻവരി നാട്ടുകൽ ഉസ്താദാണ്. മൂപ്പർക്ക് ഇന്ന് എന്താ അളിയാക്കാക്ക എവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ഉച്ചൻ്റെ മുന്നെയാണ് വന്നത്. ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് രാത്രി ഇങ്ങോട്ടും വന്നു. ഇന്ന് തന്നെ അവർ പോവുകയും ചെയ്തു. അത്രയൊക്കെ തന്നെ ഉള്ള നിൽക്കൽ കേട്ടോ. ഒരു ദിവസം വിരുന്ന നിൽക്കൽ കുറവാണ്. അളിയാക്കാക്ക് ഇതേപോലെ എന്തെങ്കിലും എവിടെയെങ്കിലും 1-2 ദിവസത്തെ പരിപാടി ഉണ്ടെങ്കിൽ അപ്പോൾ അവർ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വരിക എന്നല്ലാതെ അങ്ങനെ കാര്യമായിട്ട് ഇവിടെ വന്ന് നിൽക്കലൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ നിന്നിരുന്നു, പിന്നെ ഇപ്പോൾ കുട്ടികളെ സ്കൂളിലും മദ്രസയിലൊക്കെ ആക്കിയതും കൊണ്ട് ഇപ്പം അങ്ങനെ വന്ന് നിൽക്കാനൊന്നും കഴിയലില്ല. ഇതേപോലെ എപ്പോഴേലും വരും, വന്ന് അതേപോലെ പോവും. അവരുണ്ടെങ്കിൽ നല്ല രസമാണ്. എല്ലാവരും പാടെ കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. ടൈം പോണത് തന്നെ അറിയില്ല. നല്ല ഉഷാറായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ എന്താ അവരൊക്കെ പോയി കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെങ്ങാണ്ട് എന്താ പറയുക എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്തിടണം. അപ്പോഴൊക്കെ മനസ്സിൽ സച്ചുട്ടൻ വരുമ്പോഴേക്കും പണി എന്താ പറയുക തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ കേട്ടോ. എന്നാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ അവനെ കരയിപ്പിച്ചിട്ടും എന്താ ചെയ്യണ്ടേന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ നിന്ന് ലേറ്റാവും, ഒരുപാട് ടൈം എടുക്കും. ഇതാവുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് അവനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് അവനെ കൊണ്ടുപോയത് തന്നെ. കാക്കു അങ്ങനെ കേട്ടോ, മൂത്തച്ഛൻ്റെ കുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവളെ കൊണ്ടാണ് പോയിട്ടുള്ളത്. എന്നാൽ കുട്ടികൾ പിന്നെ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവരൊക്കെ ഉണ്ടാവും, തിരിച്ച് പോരുമ്പോൾ കുട്ടീനെയും കൊണ്ട് ഒറ്റയ്ക്ക് പോരണ്ടേന്ന് വിചാരിച്ചിട്ട് ഓളെയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി പാത്രം കഴുകലും അടുക്കളയൊക്കെ ഫുള്ള് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി അകവും ഫുള്ളൊന്ന് അടിച്ചു വാരി തുടച്ചിടണം കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ കുട്ടി പോകണേൻ്റെ മുന്നേ തന്നെ, നാത്തൂൻ്റെ വലിയ കുട്ടി +2 കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പോകണേൻ്റെ മുന്നേ തന്നെ എനിക്ക് ഫുള്ള് എന്താ പറയുക അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് തന്നിരുന്നു. അവൾ അതേമാതിരി എല്ലാ ജോലിയൊക്കെ എനിക്ക് കൂടി തരും കേട്ടോ, ഹെൽപ്പ് ചെയ്ത് തരും, എല്ലാത്തിനും ഒപ്പം ഉണ്ടാവും. അവൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്താ പറയുക നമ്മളെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യും. എന്താ പറയുക നമുക്ക് എല്ലാത്തിനും ഒപ്പം നിന്ന് തരുമൊക്കെ ചെയ്യും കേട്ടോ, പണിയൊക്കെ എടുത്ത് തരും. അപ്പോൾ അവൾ എന്താ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവൾ എന്താ പറയുക ഫുള്ള് ഉള്ളിൽ കൂടെയൊക്കെ ഫുള്ള് അടിച്ചുവാരി തന്നിട്ടാണ് അവൾ പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടല്ല ഒന്നും കൂടി ഒന്ന് അടിച്ചു വാരി, കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അവൾ നല്ല വൃത്തിക്ക് തന്നെ അടിച്ചു വാരി ഇട്ട് തന്നിരുന്നു. എന്നാലും എന്താ പറയുക ഒന്ന് എല്ലായിടും മേശയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയിട്ടതായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ അടിച്ചോരിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുള്ളൊന്ന് തുടച്ചിടുന്നുണ്ട്. കുട്ടികളൊക്കെ നിലത്തിരുന്നിട്ടല്ലേ ഫുഡ് കഴിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക വേസ്റ്റും കാര്യങ്ങളും വെള്ളവും ഒക്കെ പോയിട്ട് ഉണ്ടാവും. എന്നാലും നമ്മൾ സച്ചുട്ടൻ ഇല്ലാത്തതുകൊണ്ടാട്ടോ എനിക്കിതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പോൾ തുടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയിൽ ഒന്ന് കിടക്കുമല്ലോ, നല്ല വൃത്തിക്ക് ചവിട്ടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒട്ടിപ്പിടിച്ചും കൊണ്ടേക്കരം. അപ്പോൾ മൊത്തത്തിലൊന്ന് തുടച്ചിട്ടാൽ നല്ല വൃത്തിക്ക് കിടക്കുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ ഉള്ളൊക്കെ ഒന്ന് ഫുള്ള് തുടച്ചിട്ടോ. എല്ലാ ഭാഗം സിറ്റൗട്ടും റൂമും ഹാളും അടുക്കളയും ഫുള്ളായിട്ട് തുടച്ചിട്ടോ ഞാൻ. ഇതേപോലെ നമുക്ക് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ ഒന്ന് നോക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. മൊത്തത്തിൽ വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണുന്ന ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അതാണ് ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നത് കേട്ടോ.
എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇത്രയും ആൾ പെരുമാറിയ വീടാന്ന് എന്താ പറയുക പറയില്ല, ഒരൊറ്റ ഈച്ച പോലും ഇല്ല. ഞാൻ ഹോം മെയ്ഡായിട്ട് ഈച്ച പോകാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോർമുല ഉപയോഗിച്ചിട്ടോ ഞാൻ ഫ്ലോറൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഈച്ച പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഒരു വട്ടയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടോ. എന്താ പറയുക, ഈച്ചയുടെ ശല്യം നമുക്ക് പരമാവധി കുറക്കാൻ സാധിക്കും. മുഴുവനായിട്ടും പോകാൻ പറ്റുമെന്ന് ഞാൻ പറയണില്ല, എന്തെങ്കിലും ഇതേപോലെ നമുക്ക് ഈച്ചൻ്റെ ശല്യം ഒരുപാട് നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ ഇതാ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കാക്കു വരെ കൊണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാക്കുവിൻ്റെ പിന്നാലെ അല്ലു നടക്കണുണ്ട്, ഫോണിന് വേണ്ടിയിട്ടാണ് കേട്ടോ നടക്കണത്. കാക്കു ആണെങ്കിൽ ഫോൺ ചെയ്യായിരുന്നു, ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പിന്നാലെ നടക്കണത്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും നമ്മൾ ചോദിച്ചപ്പോൾ സച്ചുട്ടനും വണ്ടിയിൽ നിന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഉറങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ ഞാൻ എടുത്തുങ്ങാണ്ട് അങ്ങനെ ബെഡിലേക്ക് കടത്തിയിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്തുകൊണ്ട് അവർക്ക് ശരിക്ക് കിടക്കാനായി ഇട്ടതുകൊണ്ട് ശരിക്ക് കൊടുന്ന് അങ്ങനെ കിടത്തേണ്ടി വന്നു. ചോദിച്ചപ്പോൾ ഒക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മദ്രസയിൽ ഹോംവർക്കൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നെ രാവിലെ എണീപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മദ്രസ ഉണ്ടല്ലോ, രാവിലെ നേരത്തെ എണീക്കും വേണം. അപ്പോൾ അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് കാക്ക പിന്നെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കൂട്ടോ. അപ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ലൈം അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 നാരങ്ങൻ്റെ നീരും അതിലേക്കൊരു ഏലക്കയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെ പുട്ടും പിന്നെ 2 അണ്ടിപ്പരിപ്പും ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ലൈം ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നല്ല രാത്രിക്കത്തെ വിശേഷങ്ങൾ. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തു വെച്ചാൽ, വന്നപ്പോഴും ഇതായപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു, കുട്ടികളുടെ കളിയും ഡാൻസും, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കൂടിയില്ല കേട്ടോ. പിന്നെ ഫുഡ് വന്ന അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോസുള്ളൂ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ ലൈക്ക് ചെയ്യാനും നിങ്ങളെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.